ഐഷുമ്മ കിച്ചണിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റിയായ ചില്ലി ചിക്കനാണ്. നമ്മൾ കടയിൽ വാങ്ങുന്നതിനേക്കാൾ രുചിയേറിയ ചില്ലി ചിക്കൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വിധമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതുണ്ടാക്കുന്ന വിധം നമുക്ക് കാണാം. ചില്ലി ചിക്കന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ചിക്കന് മസാല പുരട്ടി വെക്കാം. അതിനു വേണ്ടി ചിക്കൻ ഞാൻ 2 കിലോ ചിക്കൻ ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചാണ് ആവശ്യമെങ്കിൽ കുറച്ചെടുത്താൽ മതി. അപ്പം എടുക്കുന്ന സാധനങ്ങളെല്ലാം അതനുസരിച്ച് പകുതി ആക്കിയാൽ മതിയാകുന്നതാണ്. ഞാൻ കഴുകി വെള്ളം വാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നല്ലപോലെ വെള്ളം പോകണം, ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർക്കാം. നന്നായി അരഞ്ഞ് വേണം ചേർക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര അധികം ഇറച്ചി ഉള്ളത് കൊണ്ടാണ് നമ്മൾ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചാണുള്ളെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. 2 സ്പൂൺ മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാലയാണ്. ഇതിലേക്ക് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 സ്പൂൺ കോൺഫ്ലവർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്പൂൺ കോൺഫ്ലവർ പൊടിയും 2 സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വിനാഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ട്, നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ നേരം മൂടി വയ്ക്കാം. ഇനി ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇവിടെ ഒരു പാത്രം ഞാൻ വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പൊരിക്കാൻ വേണ്ടി എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ ഉപയോഗിക്കുക. ഇതിനകത്ത് കോൺഫ്ലവർ പൗഡർ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നോൺ സ്റ്റിക്ക് പാത്രം തന്നെ എടുക്കാൻ ആവശ്യപ്പെടുന്നത്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഒന്ന് വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് വേവണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് വെന്താൽ മതി. ഒരുപാട് മുരിയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചില്ലി ചിക്കനുള്ള ഗ്രേവി തയ്യാറാക്കാം. ഗ്രേവി തയ്യാറാക്കുന്നതിന് വേണ്ടി 5 സവാള ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാണ്, തീരെ ചെറുതാകുകയും വേണ്ട. ഇതുപോലെ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. 1 ക്യാപ്സിക്കം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 1 തക്കാളി, ഓനിയൻ സ്പ്രിങ്, അതായത് ഓനിയൻ സ്പ്രിങ്ങിൻ്റെ വെള്ള ഭാഗമാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. അതുപോലെ കുറച്ച് മല്ലിയില, ഓനിയൻ സ്പ്രിങ്ങിൻ്റെ പച്ച ഭാഗം, അതായത് ഉള്ളിത്തണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായി വന്നിരിക്കുന്നത്. ഇനി ഈ തക്കാളി നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കഷ്ണങ്ങളായിട്ട് ഇട്ട് അതോടൊപ്പം 2 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇത്ര അധികം സാധനങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാം 2 സ്പൂൺ വീതം എടുക്കുന്നത്. നിങ്ങൾ കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചെടുത്താൽ മതിയാകും. അതോടൊപ്പം തന്നെ 2 സ്പൂണ് കോൺഫ്ലവർ പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഗ്രേവി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം വച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലാണ് വേണ്ടത്. ചില്ലി ചിക്കൻ റെഡിയാക്കാൻ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നല്ലത്. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ക്യാപ്സിക്കം അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ
ഉള്ളിത്തണ്ടിൻ്റെ വെള്ള ഭാഗം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മുരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വഴണ്ട് വന്നാൽ മതിയാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തക്കാളിയും പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അധികം പൊടികളൊന്നും ചേർക്കാനില്ല. ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അത് അരച്ച സമയത്ത് നമ്മൾ ഇട്ടിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി അതോടൊപ്പം തന്നെ ഒരു 4 സ്പൂൺ തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒനിയൻ സ്പ്രിങ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. തിളക്കുന്നത് വരെ നമുക്കിത് മൂടി വയ്ക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു 10 മിനിറ്റ് നേരം ഇത് മൂടി വയ്ക്കാം. നല്ല പോലെ തിളച്ച് ചെറുതായി ഒന്ന് ജോയിൻ്റായി വരട്ടെ എല്ലാം കൂടി. ഇപ്പോൾ ഇത് നന്നായി ജോയിൻ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് ടച്ച് ചെയ്യുക. എല്ലാവരും ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലേക്ക് അല്പം ടൊമാറ്റോ സോസ് കൂടി മേളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, ആവശ്യത്തിന് നമ്മൾ ചേർത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ള എള്ള് ചേർത്ത് കൊടുക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.